ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു വെണ്ടയ്ക്ക മസാലയാണ്. ചപ്പാത്തിക്കും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് ആയിട്ടുള്ള ഈ ബിണ്ടി മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 300 ഗ്രാം വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ ഒരു പാനിലേക്ക് നമ്മൾക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്കയെല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്കിത് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾക്കിതിലേക്ക് 2 സവോള പൊടിയായി അരിഞ്ഞത് ചേർക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർക്കാം. പച്ചമുളകെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയെല്ലാം നന്നായി വഴന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളുടെ പച്ചമണം എല്ലാം നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 2 വലിയ തക്കാളി അരച്ചത് ചേർക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി തക്കാളിയെല്ലാം നന്നായി ഒന്ന് വെന്ത് വരാനായി നമ്മൾക്കിത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. തക്കാളിയെല്ലാം നന്നായി വെന്ത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ട തൈര് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമ്മൾക്ക് മൂടിയടച്ച് 2 മിനിറ്റ് കൂടി ഒന്ന് ചെറു തീയിൽ വേവിച്ചെടുക്കാം. എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് മസാലയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾക്കിത് ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം നമ്മൾക്ക് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറി ഇവിടെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെണ്ടയ്ക്ക ആഡ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മൂടി അടച്ചു വെച്ച് ചെറു തീയിൽ ഒരു 3 മിനിറ്റ് കൂടി നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഭിണ്ടി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചത് കൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു പിടി മല്ലിയില കൂടി നമ്മൾക്ക് ചേർക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭിണ്ടി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.